പച്ചപ്പൂ വെറ്റിയിലാണോ നിക്കണത്? ആ ഇതുമ്പോ എന്താ നല്ല തളിയില് അത് വെറ്റിയില്ലേ? നമുക്ക് കാറ്റ് പോയിട്ടില്ല. ഇതാണ് മക്കളെ മുറുക്കാൻ വേണ്ടിയിട്ട് വെറ്റില പറിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കുഴിക്ക്. എന്താണില്ലേ ഈ ഇറക്ക് മളേ ഇറക്ക് എങ്ങട്ടാണ്? എന്തൊക്കെ പറയുന്നുണ്ട്. സംഭവം അവളുടെ ഇതാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമുക്ക് വേണ്ടത്ര പൊട്ടിക്കും ചെയ്യുകയൊക്കെ ചെയ്യാം. പണക്കാരിയാണ്. ഇവളുടെ ഒന്നല്ല കേട്ടാ, അച്ചച്ചൻ്റെയാണ്. അച്ചച്ചൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. പിന്നെ അണക്ക് വേണ്ടി ഉണ്ടാക്കുക. ആ വാവ രാവിലെ 3 മണിക്കും 4 മണിക്കും നീറ്റ് നനച്ചുണ്ടാക്കിയ. പക്ഷെ ഒന്നുണ്ട്, ഇവിടെ മൊത്തം ആള് ഒരു പ്രകൃതി രമണീയമായിട്ട് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കവുങ്ങായാലും പ്ലാവായാലും. വയസ്സാം കാലത്ത് മൂപ്പരാൾക്ക് എങ്ങോട്ടും പോകണ്ട, എല്ലാം ഉണ്ട് ഈ വളത്തിൽ. കാരണം അത്രയും കഷ്ടപ്പെട്ട് നട്ട് നനച്ചതിനുള്ള എല്ലാം ഇതിൽ കാണുന്നുണ്ട്. അത് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് ഇവിടെ. എരുന്ന് കഴിക്കാനുള്ള മുതലുണ്ട്. എന്താണ് അമ്മ കാട്ടണേ? അത് ശരി, പണക്ക് തിന്നാളെ എനിക്കുള്ളതായില്ലേ? ഗൈസ് കാണും വെറ്റില പൊട്ടിച്ചുണ്ടാക്കുക. കാരണം രാത്രി ഞാൻ വെച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ടേ. പൊട്ടിക്ക് കണക്ക് വെറ്റിലാണല്ലേ. അടിപൊളി, നല്ല സ്മെല്ലുണ്ടല്ലേ. അത് നാടൻ വെറ്റിലക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ ഇപ്പോൾ കയറി വരും കേട്ടാ. ഞാൻ നിൽക്കണു, ഇതാ വരുന്നു, ഇതാ പോണു. ഇതാണ് ഞങ്ങൾ അച്ഛൻ്റെ തോട്ടം. തോട്ടം എന്ന് പറഞ്ഞാൽ ഒരേക്കർ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അല്ല അമ്മോ, ഇവിടുന്ന് ഞങ്ങൾക്ക് 10 കഴുകുന്നെങ്കിൽ കട്ട ഉണ്ടാണോ? അത് ശരി, അതും പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലാണ്. അച്ഛൻ്റെ സ്ഥലമാണിത്. ഞങ്ങൾക്ക് അധികാരത്തോടെ കയറി വരാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. കഴുകുമ്പടി ചവിട്ടിയേക്കാം. അത് ശരി, കവുങ്ങായി. ഇനി വരും കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കവുങ്ങും തൈയോട് വെച്ച് പിടിപ്പിച്ചില്ല. എല്ലാ അച്ഛൻ്റെ സമ്പാദ്യമാണ് കേട്ടാ. ഇതെല്ലാം അച്ഛൻ വെച്ച് പിടിപ്പിച്ച. വെളുപ്പാൻ കാലത്ത് 2 മണിക്കും 1 മണിക്കൊക്കെ നീറ്റിട്ടാണ് ഇതൊക്കെ നനച്ചുണ്ടാക്കുന്നത്. ഞാൻ അച്ഛനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. പാവാണ് അല്ലേ? പച്ചള്ളാണ്. അതിൻ്റെ മുതലുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ കുറേ ഒക്കെ കൊഴിഞ്ഞു കൂടുന്ന ആൾക്കാർ. പക്ഷെ ഇതൊന്നും ആരും നേരങ്ങൾക്ക് നോക്കി നടത്തുന്നില്ല. ആ പാവ ഈ വയസ്സാം കാലത്തും നന്നായി നോക്കുന്നുണ്ട്. കാരണം അത്രയും ഇതൊക്കെ അച്ഛൻ്റെ സമ്പാദ്യമാണ്. എത്ര എവിടെ ചക്ക? ഞങ്ങൾ ചക്ക നോക്കാൻ പോട്ടോ. ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും തേങ്ങയും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ചക്ക ഇതെന്തൊക്കെയാണ് അമ്മോ? ഇത് വരിക്കച്ചക്ക. അടിപൊളി കളറാ. ഇത് പഴുത്തിട്ടില്ല. ഇഷ്ടം പോലെ പഴുക്കും. അതൊക്കെ മൂത്തണം ആകുമ്പോൾ അതിന് മേലുള്ള വേറൊരു പ്ലാവും കൂടി ഉണ്ട് കേട്ടോ അവിടെ. ആ പ്ലാവുമ്പോഴതൊക്കെ മൂത്തന്നെ, നല്ല മൂത്തന്നെ മേലൊക്കെ. ഇതിൻ്റെ മുകളിൽ അത് നല്ല മൂത്തന്നെ. എല്ലാം കുരുമുളക് കൈതച്ചക്കൊക്കെ ഉണ്ടല്ലേ. എല്ലാം അച്ഛൻ ഉണ്ടാക്കി പിടിപ്പിക്കുന്നു. അത് തവളാപ്പൊട്ടുള്ള മീനാ.
രണ്ടും ഉണ്ട്. രണ്ടോ? അതിന്റെ ഇടയിൽ കൂടെ മീനുകൾ നടക്കണൊക്കെ ഗപ്പി കുട്ടികൾ എവിടെ കാണാനില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. ഇതൊക്കെ തവള പൊട്ടലാണ്. തവള പൊട്ടിലുണ്ട്, മീനുണ്ടേ. അതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ വെളുത്തിട്ട് കണ്ടോ, അതൊക്കെ ഗപ്പി കുട്ടികളാ. കാണല്ല.